ഇതിനകത്ത് ഒരു ഇമ്പോർട്ടന്റ് ആയ ഫയലും കൂടി വെച്ചിരുന്നല്ലോ, അതെവിടെ? ഇല്ല മാഡം, ഞാൻ തുറന്നു പോലും നോക്കിയില്ല. ഇതിനകത്ത് വേറെ ഫയലൊന്നും ഇല്ലായിരുന്നു. ആര് പറഞ്ഞു ഇല്ലായിരുന്നു? ഞാൻ ഇതിനകത്ത് വെച്ചതല്ലേ. മാഡം, ഞാൻ ഈ ഫയൽ വെച്ചെടുത്ത് തന്നെ ഉണ്ടായിരുന്നു. വേറെ ആരും എടുത്തതായി തോന്നുന്നില്ല. പിന്നെ ആ ഡയറി എവിടെ പോയി? മാഡം, ഞാൻ ഒന്നുകൂടെ പോയി നോക്കിയിട്ട് വരാം. നജിബിക്ക പൊക്കോളൂ, ഞാൻ പോയി നോക്കിയെടുത്തോളാം. ശരി മാഡം. ഹലോ, എന്താ ശ്രീലക്ഷ്മി മാഡം, എങ്ങോട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാണെന്ന് തോന്നുന്നു. എങ്ങോട്ടും പോകുന്നില്ല സർ. എങ്കിൽ പോകുന്നു നമ്മൾ ഒരുമിച്ച്. എവിടേക്ക്? എടോ, കല്യാണത്തിന് ശേഷം നമ്മൾ ഒരുമിച്ച് എങ്ങോട്ടും പോയിട്ടില്ലല്ലോ. അതുകൊണ്ട് ഇന്ന് നമ്മൾ രണ്ടാളും പുറത്തുപോയി ലഞ്ചൊക്കെ കഴിച്ച് ജസ്റ്റ് ഒന്ന് കറങ്ങിട്ട് വരാം. സർ, രാജനന്ദിനി പ്രോജക്ടിന്റെ കുറച്ച് വർക്ക് പെൻഡിംഗ് ഉണ്ട്. അതുമല്ല, കുറച്ച് ക്ലോത്ത് മെറ്റീരിയൽസ് സാമ്പിൾ അയക്കാനും ഉണ്ട്. സോ നമുക്ക് വേറൊരു ദിവസം പോയാ പോരെ? അതുമല്ല, സ്റ്റോക്ക് റൂമിൽ നിന്ന് ഒരു ഫയൽ എടുക്കാനുണ്ട്. ഞാൻ നല്ല മൂഡില വന്നു, താനായിട്ടത് കളയരുത്. അതല്ല സർ. ഇനി ഇങ്ങോട്ട് ഒന്നും പറയണ്ട, ബാക്കിയുള്ള എല്ലാ ജോലിയും തന്നള ചെയ്താൽ മതി. എങ്കിൽ സർ ഒരു മിനിറ്റ്, വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ഫയല് നജീബിക്ക സ്റ്റോക്ക് റൂമിൽ കൊണ്ടുവച്ചു. അതൊന്ന് എടുത്തിട്ട് പോവാം. ഇനി അതിനൊന്നും മെനക്കേണ്ടതാൻ സാൻഡ്രയോട് പറയാം എടുത്തു വെക്കാനായിട്ട്. വേണ്ട സർ, സാന്ദ്ര മാഡത്തിന് ഏത് ഫയലാണെന്ന് അറിയില്ലല്ലോ. ഞാൻ തന്നെ പോയി എടുക്കാം. ഫയൽ നമ്പർ പറഞ്ഞാ പോരെ? നമ്പർ എനിക്ക് ഓർമ്മയില്ല. ആ ഫയൽ കണ്ടാൽ എനിക്കറിയാം. കണ്ടാലറിയാലോ, അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞ് കണ്ടാലും തനിക്കറിയാൻ പറ്റും. അതുകൊണ്ട് ഇപ്പൊ താൻ എന്റെ കൂടെ വരുന്നു, ബാക്കി ഫയലും ഡീറ്റെയിൽസ് ഒക്കെ പിന്നെ. ലിസൺ, എക്സിസ്റ്റ് ആയ ഫയലുകളെല്ലാം ഓർഡർ ആക്കി നജീബിനെ ഏൽപ്പിക്കണം. പിന്നെ രാജനന്ദിനി ഫുഡ് കോർപ്പറേഷന്റെ കഴിഞ്ഞ 2 വർഷത്തെ ഡീറ്റെയിൽ ഫയലും വേണം. ഓക്കെ മാഡം. മാഡം, ഈ ഡയറി ഇവിടെ നിലത്ത് കിടന്നതാ. ഇത് ഏത് ഡയറി? ഇതെങ്ങനെ സ്റ്റോർ റൂമിൽ വന്നു? സാന്ദ്ര മാഡം, രേഖ മാഡം ക്യാബിനിലേക്ക് ചെല്ലാൻ പറഞ്ഞു. തുടങ്ങി പുതിയ പൊല്ലാപ്പന്തോ ഒപ്പിച്ചു വെച്ചിട്ടുള്ള വിളിയാ. ഞാൻ കുറച്ച് തിരക്കിലാണെന്ന് പറയും. അത്യാവശ്യമാണ്, ഉടനെ ചെല്ലാനാ പറഞ്ഞത്. ഉടനെ ചെന്നില്ലെങ്കിൽ അവിടെ വല്ലതും സംഭവിച്ചു പോവോ? ഞാൻ വന്നേക്കാം. ശരി മാഡം. നജീബ്, യെസ് മാഡം. നിങ്ങൾ ഈ ഫയലെല്ലാം ഒന്ന് നോക്കി വെക്കേ. ഞാൻ ക്രോസ് ചെക്ക് ചെയ്തിട്ട് മാറ്റിയാ മതി. ശരി മാഡം. എക്സ്ക്യൂസ് മീ മാഡം. സാന്ദ്ര ഇരിക്കേ. എന്നെ മാഡം വിളിച്ചു എന്ന് പറഞ്ഞു. എന്താ മാഡം കാര്യം? പറയാ സാന്ദ്ര, കുറച്ച് കാര്യങ്ങൾ സാന്ദ്രയോട് പറയണം. പക്ഷെ അത് ഇവിടെ വെച്ചല്ല, വീട്ടിൽ വെച്ച്, വർമ്മൻ വില്ലയിൽ വെച്ച്. വർമ്മൻ വില്ലയിൽ വെച്ചോ? അതെ, വർമ്മൻ വില്ലയിൽ വെച്ച് തന്നെ. സാന്ദ്രയെ വീട്ടിലേക്ക് ക്ഷണിക്കാനാ ഞാൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. എക്സ്ക്യൂസ് മീ.
ഇവളെന്തിനാ ഇപ്പൊ എന്നെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നത്? ഇവരുടെ വീട്ടിൽ ചെന്ന് നിന്നപ്പോഴൊക്കെ ഇൻസൾട്ട് ചെയ്ത് വിട്ടിട്ടേ ഉള്ളൂ. ഇത്ര സ്നേഹത്തോടെ അങ്ങോട്ട് എന്നെ ക്ഷണിക്കുന്നെങ്കിൽ എന്തോ ദുരുദ്ദേശം ഉണ്ടെന്ന് തീർച്ചയാ. നോ സാൻഡ്ര, ഇവളുടെ വാക്ക് കേട്ട് കുരുക്കുകളിൽ ചെന്ന് ചാടരുത് നീ. എന്താ സാന്ദ്ര, വീട്ടിലേക്ക് വരാതിരിക്കാൻ എന്തെങ്കിലും കാരണം ആലോചിക്കുകയാണോ? ഓ, ഞാൻ ക്ഷണിച്ചത് എന്തെങ്കിലും ദുരുദ്ദേശത്തോടെ ആണോ എന്ന് സാന്ദ്രയ്ക്ക് സംശയം അല്ലേ? എന്നാ ഞാനൊരു സത്യം പറയട്ടെ, ദുരുദ്ദേശം തന്നെയാ. അത് പക്ഷേ സാന്ദ്രയ്ക്ക് പ്രശ്നമാവുന്ന കാര്യമൊന്നും അല്ല, ഗുണം ഉണ്ടാവാൻ പോകുന്ന കാര്യം തന്നെയാ. അതുകൊണ്ട് തന്നെ സാന്ദ്ര ഇനി രണ്ടാമതൊന്നും ആലോചിക്കേണ്ട കാര്യവുമില്ല. മാത്രമല്ല, ഞാൻ പഴയ രേഖയല്ല സാന്ദ്ര. രാജനന്ദിനി വിലാസത്തിൽ വെച്ച് ഞാൻ സാന്ദ്രയെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. അത് വർമ്മൻ വില്ലയിൽ വെച്ച് എനിക്ക് തിരുത്തണം. ബുദ്ധിമുട്ടിച്ചതിനെല്ലാം ചേർത്ത് ഒരു പ്രായശ്ചിത്തം പോലെ സാന്ദ്രയ്ക്ക് ഗുണമുള്ളൊരു കാര്യം, അത്രേ ഉള്ളൂ. സോറി മാഡം, എനിക്ക് ഗുണവും വേണ്ട ദോഷവും വേണ്ട. പുതിയ വീട്ടിൽ എല്ലാവരും സമാധാനമായിട്ട് താമസം തുടങ്ങിയിരിക്കാം. മാഡം മനസ്സിൽ എന്താണ് പ്ലാൻ ചെയ്തതെന്ന് എനിക്കറിയില്ല. പക്ഷെ അതെന്തായാലും ആരെങ്കിലും വേദനിപ്പിക്കാൻ പോകുന്ന കാര്യമായിരിക്കും, അതെനിക്ക് ഉറപ്പുണ്ട്. മാഡം പക്ഷെ പഴയ മാഡം അല്ല എന്ന് പറഞ്ഞത് ഞാൻ വിശ്വസിക്കില്ല. ഇനിയെങ്കിലും മാറാൻ ശ്രമിക്കണം. അതിനാ പുതിയ വീട് നല്ലൊരു തുടക്കം ആവാൻ കാരണമാവണമെന്നാ എന്റെ അഭിപ്രായം. ഓഹോ, അങ്ങനെയാണോ? അല്ലെങ്കിലും റിക്വസ്റ്റ് ആയിട്ട് ഞാൻ എന്ത് സാന്ദ്രയോട് ആവശ്യപ്പെട്ടാലും അത് നടക്കാതിരിക്കാറാണല്ലോ പതിവ്. അല്ല, സാന്ദ്രയോട് റിക്വസ്റ്റ് ചെയ്യേണ്ട കാര്യം എനിക്കില്ല. ദാ, ഇതിലൊന്ന് ഞെക്കിയ ഇന്ന് സാന്ദ്ര വർമ്മ വില്ലയിലുണ്ടാവും. എന്താ സാന്ദ്രയ്ക്ക് സംശയമുണ്ടോ? ജസ്റ്റ് വെയിറ്റ്. പറയൂ രേഖ. ഞാൻ സാന്ദ്രയോട് ഇന്ന് നമ്മുടെ വീട്ടിലേക്ക് വരാൻ പറയായിരുന്നു. എത്ര നിർബന്ധിച്ചിട്ടും സാന്ദ്ര സമ്മതിക്കുന്നില്ല. സാന്ദ്രയോട് ഒന്ന് പറയൂ വീട്ടിലേക്ക് വരാൻ. അതിനെന്താ, മോള് ഫോൺ സാന്ദ്രയ്ക്ക് കൊടുക്ക. ഹലോ. ഹലോ മോളെ സാന്ദ്ര, അമ്മയാ. അമ്മേ. ശരിക്കും ഞാൻ മോളെ നേരിട്ട് വിളിക്കാൻ ഇരിക്കായിരുന്നു. അതിനു മുമ്പ് രേഖ മോളെ ക്ഷണിച്ചു എന്ന് പറഞ്ഞു. അമ്മേ, അത് ഒഴിവ് കഴിവുകളൊന്നും പറയണ്ട. താമസം ഇങ്ങോട്ട് മാറിയതിനു ശേഷം മോൾ ഇതുവരെ ഇങ്ങോട്ട് വന്നില്ലല്ലോ. ഇന്നിനി വൈകിട്ട് ഇങ്ങോട്ട് വാ. ഒരു ദിവസം അമ്മയോടൊപ്പം താമസിച്ചിട്ട് പോയാൽ മതി. അതല്ല, സ്ഥിരമായിട്ട് നിൽക്കാനാണെങ്കിൽ അങ്ങനെ. അതല്ലമ്മേ, ഇന്നെനിക്ക് എനിക്കറിയാം എന്തോ തടസ്സം പറഞ്ഞുകൊണ്ട് വരികയാണെന്ന്. ഇനി ഒന്നും പറയണ്ട, ഇങ്ങി വന്നാ മതി. ഞാൻ മോളെ പ്രതീക്ഷിച്ചിരിക്കും. വൈകിട്ട് എത്തിയേക്കണം. ശരിയമ്മേ, ഞാൻ വരാം. ശരി മോളെ. ത്രിവിക്രമ. സാൻഡ്ര മാഡം, എന്താ മാഡം? തന്നോട് ആരാ ഇവിടെ വന്നിരിക്കാൻ പറഞ്ഞത്? തന്നെ ഞാൻ റിസപ്ഷനിൽ ഇരുത്തിയതല്ലേ? എന്നോട് ഇവിടെ വന്നിരിക്കാൻ ഒരു സാറാ വന്ന് പറഞ്ഞിട്ട് പോയത്. അല്ല മാഡം, എന്തിനാ എന്നെ തിരക്കി വന്നത്? മാഡത്തിന് എന്തെങ്കിലും സഹായം വേണോ എന്റെ? ഞാൻ തന്നെ തിരക്കി തന്റെ സഹായം ചോദിക്കാൻ വന്നൊന്നുമല്ല. ഇന്ന് ഓഫീസിലൊരു സെക്യൂരിറ്റി ലീവാണ്. നൈറ്റ് ഷിഫ്റ്റിന് ആളില്ല. രാത്രി ഇവിടെ സെക്യൂരിറ്റി ഷിഫ്റ്റിന് താനിരിക്കണം. അയ്യോ മാഡം,
ഈ കാഴ്ചയില്ലാത്ത ഞാനോ? ദോ, താൻ രാത്രിയിൽ ഇവിടെ ഗൂർഖ നടക്കുന്നത് പോലെ കറങ്ങി നടക്കൊന്നും വേണ്ട. ഇവിടെ എവിടെയെങ്കിലും ഇരുന്നാ മതി. പിന്നെ പോസ്റ്റിംഗ് എന്തെങ്കിലും ആവുന്നത് വരെ ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ ചെയ്ത് ഇവിടെ നിൽക്കുക. ഓ ശരി മാഡം. മാഡം ആ പിന്നെ തനിക്ക് മുഴുവൻ ഇരുട്ടാണെന്ന് കരുതി കിടന്നുറങ്ങിക്കളയരുത്. ഇവിടെ CCTV ഉള്ളതാ. കിടന്നുറങ്ങിയാലേ തന്റെ പണി പോവും. ആദ്യ ദിവസം തന്നെ തെറിക്കും. ഉറങ്ങില്ല മാഡം. ഉറങ്ങിയാലും ഇരുട്ട്, ഉണർന്നിരുന്നാലും ഇരുട്ട്. സെക്യൂരിറ്റി ബെഞ്ചമിൻ ചേട്ടൻ ഉണ്ടാവും കൂടെ. താൻ ഒരാളായിട്ട് ഇവിടെ ഉണ്ടായിരുന്നാ മതി. വലിയ മലമറിക്കൊന്നും വേണ്ട. മനസ്സിലായോ? മനസ്സിലായി മാഡം. എല്ലാം മാഡം പറയുന്ന പോലെ ചെയ്യും. അല്ല മാഡം, എനിക്കൊരു സംശയം. മാഡത്തിന് എന്താ ഇപ്പൊ എന്നോട് ഇത്ര ദേഷ്യം? ഞാൻ മാഡത്തിന് ഒരിക്കലും ശല്യം ചെയ്യാൻ വരില്ല, സത്യം. ശല്യം ചെയ്യാതിരുന്നാ തനിക്ക് കൊള്ളാം. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. തന്റെ പഴയ കുത്തിത്തിരിപ്പ് പരിപാടി എങ്ങാനും ഇവിടെ കാണിച്ചാലുണ്ടല്ലോ, അപ്പൊ തന്നെ ഞാൻ ഇവിടുന്ന്